നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പോരാട്ടം യഥാർത്ഥത്തിൽ വേറെ ലെവലിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിർ സ്ഥാനാർത്ഥികളോട് മാത്രമല്ല, ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളോട് കൂടിയാണ് സ്വരാജ് ഏറ്റുമുട്ടുന്നത്. ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം സ്വരാജിനെ ടാർഗറ്റ് ചെയ്ത് വാർത്തകൾക്കും പോസ്റ്റുകൾക്കും ചർച്ചകൾക്കുമാണ് ഇപ്പോൾ വ്യാപകമായി തിരികൊളുത്തിയിരിക്കുന്നത്. സ്വരാജും ഇടതുപക്ഷവും മാത്രം ഒരു ഭാഗത്തും മറ്റെല്ലാവരും മറുഭാഗത്തും എന്നതാണ് നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇക്കാര്യത്തിലും UDFും BJPയും മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കുന്ന PV അൻവറും മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് പരസ്യമായി പറയാൻ PV അൻവറിനെ നിർബന്ധിതമാക്കിയത് തന്നെ പ്രചരണ രംഗത്തെ സ്വരാജിന്റെ കുതിപ്പ് കണ്ടതുകൊണ്ട് മാത്രമാണ്. PV അൻവർ ഇല്ലാതെ ഇടതുപക്ഷം നിലമ്പൂരിൽ വിജയിക്കുന്നത് സ്വപ്നത്തിൽ പോലും PV അൻവറിനെ ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷമെങ്കിലും UDF നേതൃത്വം എങ്ങനെയെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും എന്നത് തന്നെയാണ് PV അൻവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ ഒത്തുതീർപ്പിൽ എത്തുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അൻവറിന്റെ അനുയായികളും നിലവിൽ കരുതുന്നത് അത് തന്നെയാണ്. UDF നേതാക്കൾ ചില ഉറപ്പുകൾ നൽകുകയാണെങ്കിൽ അൻവർ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത എന്തായാലും ഇനിയുമുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിഞ്ഞിട്ടുണ്ടായെങ്കിലും UDF ഉറപ്പ് നൽകുകയാണെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പിന്മാറുന്നതായി അൻവർ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അൻവറിനെ പ്രഖ്യാപിക്കാനുള്ള അവസാന പിടിവള്ളി അത് മാത്രമാണ്. PV അൻവർ UDFന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ആ മുന്നണിയിലുമുണ്ട്. ഇക്കൂട്ടത്തിൽ നേതാക്കളാണ് അധികവും ഉള്ളത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും VD സതീശനെ മാറ്റണമെന്നും അതല്ല എന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തനിക്ക് ആഭ്യന്തരമോ വനം വകുപ്പോ നൽകണം എന്നുള്ള PV അൻവറിന്റെ ഡിമാൻഡാണ് അൻവർ അനുകൂലികളായ UDF നേതാക്കൾക്ക് പോലും ഇപ്പോൾ അൻവറിനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. PV അൻവറിന്റെ ഈ ഡിമാൻഡുകളും UDFനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളും ശരിക്കും ആസ്വദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം തന്നെയാണ്. അൻവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം തന്നെ ഏറ്റുപിടിച്ച UDFന് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലേ എന്നാണ് CPM പ്രവർത്തകർ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എന്തായാലും അൻവറും അൻവറിന്റെ രാഷ്ട്രീയവും അസ്തമിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് CPMന്റെ വിലയിരുത്തലും. അതേസമയം അൻവറിന്റെ സാന്നിധ്യം UDFന് ക്ഷീണമാകുമെന്ന് കണ്ട് UDFന് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് ഇപ്പോൾ മുഖ്യധാര ചാനലുകളാണ്. ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായ അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കിയവർക്ക് ഇപ്പോൾ അൻവർ സതീശനും ഷൗക്കത്തിനും എതിരെ പറയുന്നതെല്ലാം വിഡ്ഢിത്തവും വാസ്തവ വിരുദ്ധവുമാണ്. അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ ചർച്ചകൾ സംഘടിപ്പിച്ച് പ്രതിരോധം തീർക്കുന്നത്. അൻവറിന് മാധ്യമങ്ങൾ സ്പേസ് കൊടുക്കരുത് എന്ന് വരെ ഇപ്പോൾ പറയുന്ന ചാനൽ അവതാരകർ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ അൻവർ കരുതുള്ളിയപ്പോൾ അത് ലൈവായി തന്നെ ആഘോഷിച്ചവരാണ് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഒരിക്കലും മറന്നു പോകുകയില്ല. മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നയമാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെ പറയുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യം, UDFനെതിരെ പറയുകയാണെങ്കിൽ അതെല്ലാം പൊള്ളത്തരം, കള്ളത്തരം, വാസ്തവ വിരുദ്ധം. ഈ പറയുന്നത് തന്നെ ഒരു ഇരട്ടത്താപ്പ് നയമാണ്. അതെന്തായാലും ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിലമ്പൂരിൽ UDF പരാജയപ്പെട്ടാൽ തങ്ങൾ ഇതുവരെ സർക്കാരിനെതിരെ പ്രചരിപ്പിച്ചതെല്ലാം ജനങ്ങൾക്കിടയിൽ ഏശിയില്ല എന്ന് തെളിയിക്കപ്പെടുമെന്നുള്ള ഒരു ഭയമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിലുള്ളത്. സ്വരാജിനെ ഇകഴ്ത്തിക്കാണിക്കാനും UDF സ്ഥാനാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യാനും മാധ്യമങ്ങൾ ആവുന്നത്ര ബോധപൂർവമായ പരിപാടികൾ, ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നിലമ്പൂരിൽ വിജയിക്കാൻ ഇടതുപക്ഷത്തിന്, സ്വരാജിന് കഴിയുകയാണെങ്കിൽ അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് മേലുള്ള തിരിച്ചടി കൂടിയാകും എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും.